Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5, Unit 3, Rebecca the Change Maker. അപ്പോൾ 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലുള്ള റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗവും അതോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് മുഴുവനായി കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ 3ാമത്തെ യൂണിറ്റിലുള്ള 2ാമത്തെ ലെസൺ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കവിടെ തൊട്ട് മുകളിൽ ഒരു ലൈൻ കാണാം അല്ലേ? എന്താണ് അതിൽ പറയുന്നത്? വി ഹാവ് സീൻ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ എ കലാമിറ്റി അല്ലേ? അപ്പോൾ അതിൽ പറയുന്നുണ്ട്, വെള്ളം ഒരുപാട് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ദുരന്തമായി മാറും. നമ്മൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. വെള്ളം ഇല്ലാതായി വരൾച്ച വന്നു കഴിഞ്ഞാലും എന്താ പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ലെസൺ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കതിൻ്റെ തൊട്ട് മുമ്പ് ഫ്ലഡ്സ് പ്ലേ ഹവോക്ക് വിത്ത് ലൈവ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിത് കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല. ഇവിടെ നമ്മളോട് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടുള്ള പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ അതിനുള്ള ആൻസറും ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഫ്ലഡിനെ കുറിച്ചും ആ ഫ്ലഡ് വന്നതിന് ശേഷം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള, അതായത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുമായി വന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ഹെഡ്ലൈൻസ് ഒക്കെ ഇവിടെ കൊളേജ് രൂപത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ലാൻഡ് ഓഫ് മസായി ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ ദർ വാസ് എ ഗേൾ നെയ്മഡ് റെബേക്ക. അപ്പോൾ മസായി എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കെനിയയിലുള്ള മസായി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് റെബേക്ക. ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പോൾ അവളുടെ ഫാമിലിയിൽ എന്തിനെയൊക്കെ വളർത്തുന്നുണ്ട്? പശുവിനെ വളർത്തുന്നുണ്ട്, ആട്, ചെമ്മരിയാട്, ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. കൂടാതെ അവരുടെ ഭക്ഷണം അവർ ആശ്രയിക്കുന്നത് എന്താണ്? ഫാമിംഗ് ആണ്, കൃഷിയാണ്. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ആനിമൽ ഓൺ ദ ഫാം. അപ്പോൾ സ്കൂളും വിട്ട് വന്നു കഴിഞ്ഞാൽ റെബേക്ക എന്ത് ചെയ്യും? അവളുടെ ഫാമിലി, അവളുടെ സമയം എന്ത് ചെയ്യും? ഫാമിലിയെ സഹായിക്കുന്നതിന് ഉപയോഗിക്കും അല്ലേ? അവൾ എന്ത് ചെയ്യും? ആ ഒരു ആനിമൽസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടും പിന്നെ ഫാമിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും? അവളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാരഗ്രാഫിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ ലിവിങ്? റെബേക്കയുടെ ഫാമിലി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്? റെബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ആൻഡ് ദേ ഓൾസോ ഫാം ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പോൾ ഈ ഒരു ആൻസറും നമുക്കിവിടെ ഇതിനോടൊപ്പം എഴുതാം. ഇനി നമുക്ക് നമ്മുടെ കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ആ ഒരു റെബേക്കയുടെ ഫാമിലിയിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കഥ നമ്മൾ വീണ്ടും തുടരുകയാണേ. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. അപ്പോൾ ഒരു നല്ല ചൂടുള്ള ദിവസം റെബേക്ക എന്താണ് കാണുന്നത്? അമ്മ കരയുന്നതാണ് കാണുന്നത്. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ ഷീ സെഡ്. എന്തിനാ അമ്മ കരയുന്നത്?
അമ്മ പറയാണ് നമ്മുടെ ക്രോപ്സ് നമ്മുടെ വിളകളൊക്കെ ഈ പ്രാവശ്യം ഈ ഒരു വർഷം വളരെ മോശമായിരിക്കും. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. നമ്മുടെ ഗോഡ്സും ഷീപ്പൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, മരിച്ചു പോകും. ലേറ്റർ അറ്റ് സ്കൂൾ റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ there had been so little rain that year. അപ്പൊ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് റബേക്കക്ക് മനസ്സിലായി. കാരണം മഴ വളരെ കുറവായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ റബേക്ക എന്ത് ചെയ്തു, അത് ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മഴ വളരെ കുറയുന്നതിനുള്ള കാരണം എന്നുള്ളത് ചോദിച്ചു. We have had many days without rain, said her teacher. അപ്പോൾ ടീച്ചർ എന്തു പറഞ്ഞു, നമുക്ക് ഇതേപോലെ മഴയില്ലാത്ത ഒരുപാട് ദിനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ടീച്ചറും പറഞ്ഞു. When we have no rain, plants cannot grow. If there are no crops for food and no water to drink, our animal will die. പിന്നെ വീണ്ടും എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, നമുക്ക് മഴയില്ലെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യില്ല, വളരില്ല. അപ്പോൾ ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ്, അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധാന്യങ്ങൾ ഉണ്ടാവില്ല, കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, നമ്മുടെ ആനിമൽസ് മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ചത്തുപോകും എന്നുള്ള കാര്യങ്ങളും കൂടെ ടീച്ചർ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എവ്രിവൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെന്റ്. ഇതൊക്കെ കേട്ടപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു നിമിഷം എന്തായിപ്പോയി, വളരെ നിശബ്ദമായി നിന്നുപോയി. ദേ were worried about their families, their animals and their community. അവരെല്ലാം അവരുടെ ഫാമിലിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വറീഡായി. അവരുടെ ആനിമൽസ്, അവരുടെ സമൂഹം, കമ്മ്യൂണിറ്റി, ഇതിനെയൊക്കെ കുറിച്ച് ആലോചിച്ച് അവരൊക്കെ വറീഡായിപ്പോയി. At the school library, Rebecca searched for more information about the rain. അപ്പോൾ ആ ഒരു സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾക്കിടയിൽ റബേക്ക എന്ത് ചെയ്തു, കൂടുതൽ ഇൻഫർമേഷൻ, മഴയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ, അറിയിപ്പുകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ആ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങളെടുത്ത് വായിച്ചു. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹർ. അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അതായത് ആ ലൈബ്രറിയിൽ നിന്നും അവൾ പുസ്തകങ്ങൾ വായിച്ചു, അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ അവളെ വളരെയധികം ഭയപ്പെടുത്തി. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. അപ്പോൾ അവൾക്ക് അതിൽ നിന്ന് മനസ്സിലായി, നമ്മുടെ ലോകം മുഴുവൻ തന്നെ എന്ത് ചെയ്യുകയാണ്, ചൂട് കൂടുകയാണ്, മഴ കുറയുന്നു. ഷീ ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അവൾ ആ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും ഒരു പുതിയൊരു ടേം പഠിച്ചു അല്ലേ. നമ്മുടെ ലോകത്തിപ്പോൾ കാണുന്ന ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ആ ഒരു മാറ്റം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ടേം അവൾ പഠിച്ചു. കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിങ് ദ എയർ. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാരണങ്ങളും അവൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കി അല്ലേ. കാറ്, ബസ്, എയറോപ്ലെയിൻ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എയർ, വായു എന്ത് ചെയ്യുന്നുണ്ട്, മലിനപ്പെടുത്തുന്നുണ്ട്, പൊല്യൂട്ടാക്കുന്നുണ്ട്. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. മരങ്ങളൊക്കെ വെട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനും ചൂട് കൂടുന്നതിനുമുള്ള കാരണമെന്ന് റബേക്ക മനസ്സിലാക്കി. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ ട്രാഷ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ അല്ലേ. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ്, മാലിന്യ കൂമ്പാരങ്ങൾ തന്നെ യാതൊരു ചിന്തയും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൗണ്ടിൽ, ഭൂമിയിൽ കുഴിച്ചിടുന്നുണ്ട്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാർമിങ് നേച്ചർ. Rebecca felt sad. What can I, just a little girl, do to help the whole world? She wondered. അപ്പോൾ റബേക്ക വിചാരിക്കുകയാണ്, അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ, നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായി ഭവിക്കുന്നത്. റബേക്കക്ക് സങ്കടം വന്നു. അവൾ ചിന്തിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്. ഈ ഒരു വലിയ ലോകത്തെ ഈ ഒരു ചെറിയ കുട്ടിയായ എനിക്ക് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക അല്ലേ. ഈ പ്രകൃതിക്കുള്ള സഹായം എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി എന്ന രീതിയിൽ എനിക്ക് നൽകാൻ പറ്റുക എന്നൊക്കെ റബേക്ക ചിന്തിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വൈ വാസ് റബേക്കാസ് മദർ സാഡ്? ആൻസർ: Rebecca's mother was sad because their crops were bad and their animals might die due to lack of rain. അപ്പോൾ റബേക്കയുടെ അമ്മ സങ്കടപ്പെട്ടത് എന്തിനാ?
അവരുടെ ആ ഒരു ക്രോപ്സ് വിളകളൊക്കെ വളരെ മോശമായിരുന്നു. കൂടാതെ അവരുടെ ആനിമൽസൊക്കെ എന്ത് ചെയ്യും, മഴയുടെ അഭാവം കാരണം ചിലപ്പോൾ ചത്തുപോകും. ഇതുകൊണ്ടാണ് റബേക്കയുടെ മദർ സങ്കടപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറിയിൽ നിന്നും റബേക്കക്ക് കിട്ടിയ ആ ഒരു പുതിയ ഇൻഫർമേഷൻ എന്താണ്? റബേക്ക ലേൺഡ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹൗ പൊല്യൂഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ വെയർ ഹാമിങ് നേച്ചർ. അപ്പോൾ റബേക്ക ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഈ ഒരു പൊല്യൂഷൻ, നമ്മുടെ എന്താ പറയുക, മലിനീകരണവും ഡീഫോറസ്റ്റേഷനൊക്കെ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കുക അല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് പ്രകൃതിക്ക് ഉപദ്രവമായി തീരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റബേക്ക ലൈബ്രറിയിൽ നിന്നും പഠിച്ചത്. അപ്പോൾ റബേക്ക ലൈബ്രറിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ട് വളരെയധികം റബേക്ക വിഷമിച്ചിട്ടാണുള്ളത് അല്ലേ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് റബേക്ക ആലോചിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയായി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പം മഴ ഇല്ലാത്തത് കാരണം ആ ഒരു പ്രദേശം എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഓക്കെ. റബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അപ്പോൾ അവൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമായിട്ട് അവൾ ടീച്ചറുമായിട്ട് എന്ത് ചെയ്തു, സംസാരിച്ചു അല്ലേ. അവളുടെ ടീച്ചറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്, ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ടീച്ചറും എന്ത് വിവരിച്ചു കൊടുത്തു, ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. അപ്പം എന്നാലും ഈ ഒരു ലോകം നേരിടുന്ന വലിയ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സഹായങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ അല്ലേ. ധാരാളം നമ്മൾ മരങ്ങൾ നടുകയാണെങ്കിൽ അത് നമ്മുടെ പ്രകൃതിയെ എന്താക്കും, നല്ല സ്ട്രോങ് ആക്കി മാറ്റുന്ന ടീച്ചർ പറഞ്ഞു. As Rebecca walked home, it was very hot and she stopped to drink for her water bottle. അപ്പോൾ റബേക്ക വീട്ടിലേക്ക് നടക്കുമ്പോൾ നല്ല ചൂടുണ്ട് അല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടി അവളൊന്ന് നിന്നു. She couldn't stop thinking about the lack of rain. വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കാൻ നിന്നെങ്കിലും അവളുടെ ആ ഒരു ചിന്ത, മഴ കുറയാനുള്ള ആ ഒരു കാരണത്തെക്കുറിച്ചുള്ള അവളുടെ ആ ഒരു ചിന്ത അവൾ എന്ത് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, അതായത് ആ ഒരു മഴയുടെ കുറവും അത് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്ക് എന്ത് ചെയ്യണം, അവളുടെ സമൂഹത്തെ അവൾക്ക് എന്ത് ചെയ്യണം, സഹായിക്കണം. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. അവൾക്കൊരു ഐഡിയ കിട്ടി. I have learned so much about climate change, she thought. അവൾ ചിന്തിച്ചു, ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. It would help if everyone knew about this problem. അപ്പോൾ എല്ലാവരും, ഞാനിതിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് റബേക്കക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ടെൻഷനായത് അല്ലേ. നമ്മുടെ ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നൊക്കെ ഇത് പഠിച്ചപ്പോഴാണ് റബേക്ക ആ ഒരു കാര്യങ്ങളൊക്കെ റബേക്കയെ ഭയപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ റബേക്കക്ക് തോന്നി ഇത് ഈ ഒരു കാര്യങ്ങൾ, റബേക്ക പഠിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലേ, ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സഹായകരമാവുന്ന ആർക്ക് തോന്നി, റബേക്കക്ക് തോന്നി. ദെൻ ടുഗദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനെതിരെയുള്ള ഒരു സൊല്യൂഷൻ അല്ല, ഒരു പ്രതിവിധി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും പറ്റുന്ന ആർക്ക് മനസ്സിലായി, റബേക്കക്ക് മനസ്സിലായി. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോൾ അടുത്ത ദിവസം റബേക്ക ടീച്ചറോട് എന്താ അപേക്ഷിച്ചു, റിക്വസ്റ്റ് ചെയ്യുക മീൻസ് അപേക്ഷിക്കുക. എന്താ അപേക്ഷിച്ചത്, ഒരു ലെസൺ എടുക്കാൻ അല്ലേ, നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ലെസൺ, ഒരു പാഠം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വെർ ഡൂയിങ് ടു നേച്ചർ, അതേപോലെ തന്നെ മനുഷ്യർ പ്രകൃതിക്കുണ്ടാകുന്ന ആ ഒരു ഡാമേജുകൾ അല്ലേ, അപകടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതും എന്ത് ചെയ്യുക, അതൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. റബേക്കയുടെ അപേക്ഷ പോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ വളരെ സന്തോഷപൂർവ്വം കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് റബേക്ക സ്റ്റുഡ് അപ്പ്. She asked everyone in her class to
go home and teach their parents about what they had learned. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം റബേക്ക എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു, വീട്ടിൽ പോയാൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. In just a few days, everyone was talking about how humans were bringing harm to nature. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും സംസാര വിഷയം എന്തായി മാറി? മനുഷ്യരെങ്ങനെയാണ് പ്രകൃതിക്ക് ദോഷങ്ങൾ വരുത്തുന്നത്, ഉപദ്രവമായി തീരുന്നത് എന്നുള്ളതായി എല്ലാവരുടെയും സംസാരം. അപ്പോൾ ആ ഒരു പാരഗ്രാഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് റബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? Rebecca asked everyone in her class to teach their parents about the damage humans were doing to nature. അപ്പോൾ കുട്ടികളോടൊക്കെ റബേക്ക വീട്ടിൽ പോയാൽ എല്ലാവരോടും ക്ലാസ്സിൽ നിന്ന് എന്താ പറഞ്ഞു? വാട്ട് ഡിഡ് റബേക്ക ആസ്ക് എവരിവൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? ക്ലാസ്സിലുള്ള എല്ലാവരോടും എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യർ പ്രകൃതിക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പാരൻസിനെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു റബേക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇവിടെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറിയിൽ ആ സ്റ്റോറിയുടെ ഓരോ ഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പിക്ചറൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സ്റ്റോറി വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. One day, the elders in her village held a meeting to talk with Rebecca about what be done to help nature. അപ്പോൾ ഒരു ദിവസം ആ വില്ലേജിലെ മുതിർന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ റബേക്കയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. എന്താണ് അല്ലെ, വാട്ട് കുഡ് ബി ഡൺ ടു ഹെൽപ്പ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് അവരെല്ലാവരും കൂടി റബേക്കയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. The problem they faced was so big. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം വളരെ വലുതാണ്. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. അപ്പോൾ ആ ഒരു മുതിർന്നവരിൽ നിന്നും ഒരാൾ എന്തു പറഞ്ഞു? നമുക്ക് നമ്മുടെ കെനിയൻ പ്രസിഡന്റിന് ഒരു കത്തയക്കാം. He needs to know that we cannot live without rain. അവർക്ക് അറിയാം, കെനിയൻ പ്രസിഡന്റിന് അറിയാം, മഴയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. Then maybe he will implement laws to stop harming nature. അപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കുന്ന ഇതിന് എതിരെയുള്ള നിയമങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾക്ക് പ്രകൃതിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ദോഷങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യരെന്ത് ചെയ്യും? പ്രകൃതിക്ക് ഉപദ്രവമാകുന്ന എല്ലാ പരിപാടികളും നമ്മൾ നിർത്തിവെക്കും അല്ലേ? അപ്പം ആ ഒരു നിയമം കൊണ്ടുവരണം എന്ന് ആരോട് പറയാം? നമ്മുടെ കെനിയൻ പ്രസിഡന്റിനോട് പറയാമെന്ന് മുതിർന്നവരിൽ നിന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു. റബേക്ക took the letter and shared it with her classmate. അവരെഴുതിയ ആ ഒരു കത്ത് റബേക്ക എന്ത് ചെയ്തു? ക്ലാസ്മേറ്റ്സിലൊക്കെ ഷെയർ ചെയ്തു. എന്നിട്ട് എന്താണ് അവൾ പറഞ്ഞത്? ദേ ആസ്ക്ഡ് their family members to sign their names at the bottom to show their support. അപ്പോൾ ആ ഒരു കത്തിനെ ആ ഒരു വില്ലേജ് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുക? ആ കത്തിൻ്റെ താഴെ അവരുടെ പേരെഴുതി ഒപ്പിടുക എന്ന് ആര് പറഞ്ഞു? റബേക്ക പറഞ്ഞു. In Nairobi, the president read the letter from the Masai community. അപ്പോൾ നെയ്റോബിയിൽ വെച്ച് പ്രസിഡന്റ് എന്ത് ചെയ്തു? ആ മസായി പ്രദേശത്തുള്ള ആൾക്കാർ എഴുതിയ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എഴുതിയ ആ മസായി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എഴുതിയ ആ കത്ത് പ്രസിഡന്റ് വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇതുപോലുള്ള പല ലെറ്റേഴ്സും പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ, ഹി തോട്ട്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് മനസ്സിലായി, ഞാൻ എന്ത് ചെയ്യണം? കെനിയയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ല കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? കെനിയൻ നിവാസികളെ ഞാൻ സഹായിക്കണം എന്നുള്ളത് ആർക്കും മനസ്സിലായി? നമ്മുടെ പ്രസിഡന്റിനും മനസ്സിലായി. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദർ ഹോം. അപ്പോൾ പ്രസിഡന്റ് എന്ത് പറഞ്ഞു? അവരുടെ രാജ്യത്തുള്ള ജനങ്ങളോടൊക്കെ അവരുടെ വീട്ടുപുറത്ത്, അതായത് വീടിൻ്റെ പരിസരങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു. ഇൻ ദ മസായി കമ്മ്യൂണിറ്റി എവരി വൺ എഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദർ ഹോം. അപ്പോൾ മസായി കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും എന്ത് എഗ്രി ചെയ്തു? ഒരു പ്ലാന്റെങ്കിലും അവരുടെ വീട്ടു പരിസരത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി എഗ്രി ചെയ്തു. റബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. റബേക്കയും അവളുടെ അമ്മയും ഒരുമിച്ച് എന്ത് ചെയ്തു? വലിയൊരു കുഴിയെടുത്ത് അതിൽ സീഡ്ലിംഗ്, ചെറിയ തൈകൾ
വെച്ചു പിടിപ്പിച്ചു. അപ്പോൾ ഇതുമായിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് എന്താ? വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദ മസായി കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ? ആൻസർ: The elders wrote a letter to the president to tell him that they couldn't live without rain and needed help to protect nature. അവരെഴുതിയത് എന്താ? അവർക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ കെനിയൻ പ്രസിഡന്റിന് കത്തെഴുതിയത്. വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗീവ്സ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്ത് ഇൻസ്ട്രക്ഷൻ, എന്ത് നിർദ്ദേശമാണ് നമ്മുടെ പ്രസിഡന്റ്, കെനിയൻ പ്രസിഡന്റ് പറഞ്ഞത്? അല്ല, എന്താണ് പറഞ്ഞത്? ദ പ്രസിഡന്റ് ആസ്ക്ഡ് എവരി വൺ ഇൻ കെനിയ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അവരുടെ വീട്ടു പരിസരത്ത്, വീട്ടിൻ്റെ പുറത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിരുന്നു കെനിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റബേക്കയും അമ്മയും വീടിന് മുമ്പിൽ ഒരു കുഴിയെടുത്ത് ചെടി നടുന്നതിൻ്റെ ആ പിക്ചറൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. Then, at Rebecca school, the principal held an assembly to address the students. അപ്പോൾ കുട്ടികളൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ റബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു, ഒരു അസംബ്ലി വിളിച്ചു. ഹി ആസ്ക്ഡ് റബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. റബേക്ക എന്ത് ചെയ്തു, ആ പ്രിൻസിപ്പളിൻ്റെ അരികിൽ വന്ന് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അല്ലേ, നമ്മുടെ എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ജോബ് തന്നെ, വളരെ വലിയൊരു ജോലി തന്നെയാണ്. ആൻഡ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അതിന് വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാവരും എന്ത് ചെയ്യണം, സഹായിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഉദ്യമം എന്ത് ചെയ്യുള്ളൂ, വിജയിക്കുകയുള്ളൂ. അല്ലേ? ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം നമ്മളിൽ ചിന്തിക്കാൻ കാരണമായ റബേക്കയോട് നമ്മളെല്ലാം എന്ത് ചെയ്യണം, താങ്ക്സ് പറയണം. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് യു ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. അപ്പം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മളെല്ലാവരും, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ലോകത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് യു ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. നമ്മളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കുകയാണെങ്കിൽ ലോകം എത്ര മനോഹരമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. He added, Rebecca felt very happy. She wondered what she and her friends could do next to help nature and her community. അപ്പോൾ റബേക്കക്കും വളരെയധികം ഹാപ്പിയായി. അപ്പോൾ അവൾക്കും അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഇനി എന്താണ്, അവളുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്കും ഇനി എന്താണ് പ്രകൃതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നൊക്കെ റബേക്ക ചിന്തിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അസംബ്ലിയുടെ, ആ ഒരു റബേക്കയെ അടുത്ത് വിളിച്ചുകൊണ്ടുള്ള അസംബ്ലിയുടെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? അപ്പോൾ അതിന് നമ്മൾ എന്താണ് ആൻസർ പറയുക? ദ പ്രിൻസിപ്പൽ താങ്ക്ഡ് റബേക്ക ഫോർ ഹെൽപ്പിംഗ് ദ സ്കൂൾ ലേൺ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫോർ ഇൻസ്പയറിംഗ് ദം ടു മേക്ക് എ ചേഞ്ച്. അല്ലേ, പ്രിൻസിപ്പൾ എന്തിനാ താങ്ക്സ് പറയാൻ വേണ്ടി പറഞ്ഞത്? ആ സ്കൂളിലെ എല്ലാവർക്കും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനും അത് ആ ഒരു ആൻഡ് ഇൻസ്പയറിംഗ് ദം ടു മേക്ക് എ ചേഞ്ച്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മാറ്റം വരുത്താൻ ഇൻസ്പയർ ആയതും ആരാണ്? റബേക്കയാണ്. അതുകൊണ്ടാണ് റബേക്കയോട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞത്. റബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? റബേക്ക എന്തൊക്കെയാണ് കാരണങ്ങൾ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? റബേക്ക ലേൺ ദാറ്റ് പൊല്യൂഷൻ ഫ്രം കാർസ്, ബസ്സസ്, എയറോപ്ലെയിൻ, ഡിഫോറസ്റ്റേഷൻ ആൻഡ് ട്രാഷ് വെയർ കോസിങ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, നമ്മുടെ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും, നമ്മൾ മാലിന്യങ്ങൾ കുഴിച്ചിടുന്നതും വനങ്ങൾ വെട്ടി മുറിച്ചു മാറ്റുന്നതൊക്കെയാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് റബേക്ക മനസ്സിലാക്കിയത്. പിന്നെയോ സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. അല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള 2 ആക്ടിവിറ്റീസ് നമ്മളോട് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്താ? പ്ലാന്റ് ട്രീസ്. അല്ലേ, പറ്റാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക, മരങ്ങൾ നമുക്ക് ചുറ്റും, നമ്മുടെ വീടുകൾക്ക് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുക, വെച്ച് പിടിപ്പിക്കുക. റെഡ്യൂസ് പൊല്യൂഷൻ ബൈ യൂസിങ് ലെസ് പ്ലാസ്റ്റിക് ആൻഡ് സേവിങ് വാട്ടർ. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറക്കുക, വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അല്ലേ, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് അനാവശ്യമായ നമ്മുടെ ആ ഒരു ഉപയോഗമൊക്കെ കുറച്ച് വെള്ളം നമ്മൾ സേവ് ചെയ്യാം. അപ്പം ഇത്രയുമാണ് ഈ ഒരു ലെസൺ ഉള്ളത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഇന്നത്തെ ക്ലാസ്
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ് എടുക്കുന്ന രീതികൾക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കൂടുതലായ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ച് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ചേഞ്ച് വരുത്തുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് ഇത്തരം ഈ ഒരു പ്രവൃത്തിക്ക് എന്നിൽ പ്രചോദനമാകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.